പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള PSC 2014 നടത്തിയ ഡ്രൈവർ ഗ്രേഡ് 2 HDV പരീക്ഷയുടെ 50 ഡ്രൈവർ ട്രേഡ് ചോദ്യോത്തരങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ്. ഇതേ പരീക്ഷയുടെ 1 മുതൽ 50 വരെയുള്ള GK ചോദ്യോത്തരങ്ങൾ മുൻപേ ഒരു പാർട്ടായി അപ്ലോഡ് ചെയ്തിരുന്നു. അത് കാണാത്തവർക്കായി ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. കാണുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. കൂടാതെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, 51ാമത്തെ ചോദ്യം, ഹെവി വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെവി വാഹനങ്ങൾ എന്നാൽ 12,000 കിലോഗ്രാമിന് മുകളിൽ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് വരുന്ന വാഹനങ്ങളാണ് ഹെവി വാഹനങ്ങൾ. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 12,000 കിലോഗ്രാമിന് മുകളിൽ ഉള്ള വാഹനങ്ങളാണ് ഹെവി വാഹനങ്ങൾ. അതുപോലെ തന്നെ 7,500 കിലോഗ്രാം വരെ GVW വരുന്ന വാഹനങ്ങളാണ് ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾ. 7,500 കിലോഗ്രാമിനും 12,000 കിലോഗ്രാമിനും ഇടയിൽ GVW വരുന്ന വാഹനങ്ങളാണ് മീഡിയം മോട്ടോർ വാഹനങ്ങൾ. ഇതൊക്കെ നിർബന്ധമായും പഠിച്ചു വെക്കുക. PSC പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. അടുത്ത ചോദ്യം, 52ാമത്തെ ചോദ്യം, ഹെവി വാഹനങ്ങളുടെ പുതിയ വേഗത കേരളത്തിലെ ഹൈവേയിൽ എത്രയാണ്? 65 km/h ആണ് ഹെവി വാഹനങ്ങളുടെ പുതിയ വേഗത കേരളത്തിലെ ഹൈവേയിൽ. കേരളത്തിലെ സംസ്ഥാന പാതകളിലായാലും ദേശീയ പാതകളിലായാലും മീഡിയം, ഹെവി, ഗുഡ്സ്, പാസഞ്ചർ വാഹനങ്ങളുടെ പരമാവധി വേഗത 65 km/h തന്നെയാണ്. എല്ലാവിധ വാഹനങ്ങളുടെയും വേഗതാ പരിധിയെക്കുറിച്ച് PSC പരീക്ഷകളിൽ ആവർത്തിക്കാറുണ്ട്. ഇതിനു മുൻപ് ഞാൻ വേഗതാ പരിധിയെക്കുറിച്ച് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്കായി ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അടുത്ത 53ാമത്തെ ചോദ്യം, ഹെവി വാഹനങ്ങൾ ഓടിക്കാൻ ആവശ്യമുള്ളവ. ഹെവി ലൈസൻസ് ഉണ്ടായിരിക്കണം, ബാഡ്ജും ഉണ്ടായിരിക്കണം. ഹെവി വാഹനങ്ങൾ ഓടിക്കാൻ ഇവ രണ്ടും ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ എയും ബിയുമാണ് ഉത്തരം. ഹെവി വാഹനങ്ങൾക്ക് ഹെവി ലൈസൻസും ഉണ്ടായിരിക്കണം, ബാഡ്ജും ഉണ്ടായിരിക്കണം. അടുത്ത ചോദ്യം, 54ാമത്തെ ചോദ്യം, ഹെവി പാസഞ്ചർ വാഹനങ്ങളുടെ വേഗത സിറ്റിയിൽ എത്രയാണ്? ഹെവി പാസഞ്ചർ വാഹനങ്ങളുടെ വേഗത സിറ്റിയിൽ 40 km/h ആണ്. മീഡിയം, ഹെവി പാസഞ്ചർ ഗുഡ്സ് വാഹനങ്ങളുടെ സിറ്റി റോഡിലൂടെയുള്ള പരമാവധി വേഗത 40 km/h തന്നെയാണ്. ഓർത്തു വെക്കണം. അടുത്ത ചോദ്യം, 55ാമത്തെ ചോദ്യം, ഒരു ട്രാൻസ്പോർട്ട് വാഹനത്തെ എങ്ങനെ തിരിച്ചറിയാം? ആ വാഹനത്തിൻ്റെ നമ്പർ ബോർഡ് നോക്കി നമുക്ക് ആ വാഹനം ട്രാൻസ്പോർട്ടാണോ എന്ന് തിരിച്ചറിയാനാവും. ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റ് മഞ്ഞ പ്രതലത്തിൽ കറുത്ത അക്ഷരങ്ങളായിരിക്കും. മഞ്ഞ പ്രതലത്തിൽ കറുത്ത അക്ഷരങ്ങളാണ് ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്ക്. സ്വകാര്യ വാഹനങ്ങൾക്കാണെങ്കിൽ വെള്ള പ്രതലത്തിൽ കറുത്ത അക്ഷരങ്ങളും. ഇതൊക്കെ PSC ചോദിക്കാറുണ്ട്. അടുത്ത ചോദ്യം, 56ാമത്തെ ചോദ്യം, ഹെവി വാഹനത്തിൻ്റെ ബ്രേക്ക് വർക്ക് ചെയ്യുന്നത്. എയർ ബ്രേക്ക് സിസ്റ്റമാണ് ഹെവി വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നത്. ഹെവി വാഹനങ്ങളിലെ ബ്രേക്ക് സിസ്റ്റമാണ് എയർ ബ്രേക്ക് സിസ്റ്റം. അടുത്ത ചോദ്യം, 57ാമത്തെ ചോദ്യം, ABS എന്ന് പറഞ്ഞാൽ എന്താണ്? ABS എന്നാൽ ആൻറ്റി ലോക്ക് ബ്രേക്ക് സിസ്റ്റമാണ്. ABSൻ്റെ ഫുൾ ഫോം എല്ലാ PSC പരീക്ഷകളിലും ചോദിക്കാറുണ്ട്. ABS എന്നാൽ ആൻറ്റി ലോക്ക് ബ്രേക്ക് സിസ്റ്റം എന്നതാണ്. അടുത്ത ചോദ്യം, 58ാമത്തെ ചോദ്യം, ഒരു സാധാരണ ലോറിയിൽ
അതായത് GVW 16,200 കിലോഗ്രാം ഉള്ള ഒരു സാധാരണ ലോറിയിൽ എത്ര ചക്രങ്ങളുണ്ട്? ഉത്തരം 6 ചക്രങ്ങളാണ് ഉണ്ടാവുക. ഒരു സാധാരണ ലോറിയിൽ 6 ചക്രങ്ങളാണ് ഉണ്ടാവുക. അടുത്ത ചോദ്യം 59-ാമത്തെ ചോദ്യം, ഡീസൽ എഞ്ചിൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഡീസൽ എഞ്ചിൻ കംപ്രഷൻ ഇഗ്നിഷൻ സിസ്റ്റം വഴിയാണ് പ്രവർത്തിക്കുന്നത്. കൂടാതെ ഡീസൽ എഞ്ചിനിൽ ഇന്ധനം കത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഇഞ്ചക്ടറാണ്. ഡീസൽ എഞ്ചിനിൽ ഇന്ധനം കത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഇഞ്ചക്ടറാണ്. ഇത് പരീക്ഷയിൽ ചോദിക്കാറുണ്ട്. അടുത്ത ചോദ്യം 60-ാമത്തെ ചോദ്യം, പെട്രോൾ എഞ്ചിൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? പെട്രോൾ എഞ്ചിൻ സ്പാർക്ക് ഇഗ്നിഷൻ സിസ്റ്റം വഴിയാണ് പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ പെട്രോൾ എഞ്ചിനിൽ ഇന്ധനം കത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം സ്പാർക്ക് പ്ലഗ് ആണ്. പെട്രോൾ എഞ്ചിനിൽ ഇന്ധനം കത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്പാർക്ക് പ്ലഗ്. ഇതും പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. നിർബന്ധമായും പഠിച്ചു വെക്കണം. അടുത്ത ചോദ്യം 61-ാമത്തെ ചോദ്യം, പവർ സ്റ്റിയറിംഗ് സിസ്റ്റം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഹൈഡ്രോളിക് സിസ്റ്റത്തിലാണ് പവർ സ്റ്റിയറിംഗ് വർക്ക് ചെയ്യുന്നത്. പവർ സ്റ്റിയറിംഗ് ഹൈഡ്രോളിക് സിസ്റ്റത്തിലാണ് പ്രവർത്തിക്കുന്നത്. അടുത്ത ചോദ്യം 62-ാമത്തെ ചോദ്യം, ഒരു ബസ്സിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റി 39 ഇൻ ഓൾ ആണെങ്കിൽ കണ്ടക്ടർ ഉള്ള വാഹനത്തിൽ അതിനെ എങ്ങനെ വേർതിരിച്ച് പറയാം? ഉത്തരം ഓപ്ഷൻ സി 37+2 ആണ്. അതായത് ഒരു ബസ്സിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റി 39 ഇൻ ഓൾ ആണെങ്കിൽ കണ്ടക്ടർ ഉള്ള വാഹനത്തിൽ അതിനെ 37+2 എന്നാണ് പറയുക. അടുത്ത ചോദ്യം 63-ാമത്തെ ചോദ്യം, ടോറസ് വാഹനങ്ങളുടെ GVW എത്രയാണ്? 25,000 കിലോഗ്രാം ആണ് ടോറസ് വാഹനങ്ങളുടെ GVW അഥവാ ഗ്രോസ് വെഹിക്കിൾ വെയ്റ്റ്. അടുത്ത ചോദ്യം 64-ാമത്തെ ചോദ്യം, ഒരു ബസ്സിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റി 39 ആണെങ്കിൽ എത്ര പേരെ കൂടി നിർത്തിക്കൊണ്ട് പോകാം? ഉത്തരം സീറ്റിംഗ് കപ്പാസിറ്റിയുടെ 25% ആളുകളെ നമുക്ക് ആ ബസ്സിൽ നിർത്തിക്കൊണ്ട് യാത്ര ചെയ്യിക്കാവുന്നതാണ്. അടുത്ത ചോദ്യം 65-ാമത്തെ ചോദ്യം, ഒരു വാഹനത്തിൻ്റെ മെയിൻ്റനൻസ് എങ്ങനെയെല്ലാം ഉണ്ട്? ഉത്തരം ദിവസവും നോക്കുന്നവയുമുണ്ട്, പീരിയോഡിക്കലായി ചെയ്യുന്നവയുണ്ട്, വർഷത്തിൽ ചെയ്യുന്നവയുണ്ട്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഇവയെല്ലാം ഉൾപ്പെടും. ബ്രേക്ക്, അതുപോലെ തന്നെ ലൈറ്റ് എന്നിവയുടെ പ്രവർത്തനക്ഷമത നമ്മൾ ദിവസവും നോക്കേണ്ടതാണ്. അടുത്ത ചോദ്യം 66-ാമത്തെ ചോദ്യം, PSI എന്നാൽ എന്താണ്? PSI എന്നാൽ എയർ പ്രഷർ അളക്കുന്ന യൂണിറ്റാണ്. PSIയുടെ ഫുൾ ഫോമും PSC പരീക്ഷയിൽ ചോദിക്കാറുണ്ട്. അതിനാൽ ഫുൾ ഫോം പഠിച്ചു വെക്കുക. പൗണ്ട് ഫോഴ്സ് പെർ സ്ക്വയർ ഇഞ്ച് എന്നതാണ് PSIയുടെ ഫുൾ ഫോം. പൗണ്ട് ഫോഴ്സ് പെർ സ്ക്വയർ ഇഞ്ച് എന്നതാണ് PSIയുടെ പൂർണ്ണരൂപം. ഇത് പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം 67-ാമത്തെ ചോദ്യം, റേഡിയേറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? റേഡിയേറ്റർ എഞ്ചിൻ്റെ ചൂട് തണുപ്പിക്കാൻ വേണ്ടിയാണ് റേഡിയേറ്റർ ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം 68-ാമത്തെ ചോദ്യം, ബ്രേക്ക് ഷൂ ഉപയോഗിക്കുന്നത് ബ്രേക്ക് ഡ്രമ്മിലാണ് അഥവാ ഡ്രം ബ്രേക്കിലാണ് ബ്രേക്ക് ഷൂ ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം 69-ാമത്തെ ചോദ്യം,
കൂളൻ്റ് ഉപയോഗിക്കുന്നത് കൊണ്ട് എഞ്ചിന് കൂടുതൽ കൂളിംഗ് കിട്ടുന്നു. എഞ്ചിന് കൂടുതൽ കൂളിംഗ് കിട്ടുന്നത് കൂളൻ്റ് ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. അടുത്ത ചോദ്യം, 70ാമത്തെ ചോദ്യം, ബ്രേക്ക് ലൈനറിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ ഏതാണ്? ആസ്ബസ്റ്റോസ് ആണ് ബ്രേക്ക് ലൈനറിൽ ഉപയോഗിച്ചിരിക്കുന്ന വസ്തു. ആസ്ബസ്റ്റോസ് ഉപയോഗിച്ചാണ് ബ്രേക്ക് ലൈനർ നിർമ്മിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം, 71ാമത്തെ ചോദ്യം, ഡിപ്സ്റ്റിക്ക് ഉപയോഗിക്കുന്നത് എൻജിൻ ഓയിലിൻ്റെ അളവ് നോക്കാൻ വേണ്ടിയാണ് ഡിപ്സ്റ്റിക്ക് ഉപയോഗിക്കുന്നത്. എൻജിൻ ഓയിലിൻ്റെ അളവ് അറിയാൻ വേണ്ടിയാണ് വാഹനങ്ങളിൽ ഡിപ്സ്റ്റിക്ക് നൽകിയിട്ടുള്ളത്. അടുത്ത ചോദ്യം, 72ാമത്തെ ചോദ്യം, ഡീസൽ ടാങ്ക് കപ്പാസിറ്റി ഹെവി വാഹനത്തിൽ എത്രയാണ്? അതായത് ഹെവി പാസഞ്ചർ വാഹനത്തിൽ ഡീസൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി 180 ലിറ്ററാണ്. 180 ലിറ്ററാണ് ഹെവി പാസഞ്ചർ വാഹനങ്ങളിൽ ഡീസൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി. PSC പരീക്ഷകളിൽ ഡീസൽ ടാങ്ക് കപ്പാസിറ്റി ഹെവി വാഹനങ്ങളുടേതാണ് സാധാരണയായി ചോദിക്കാറുള്ളത്. അടുത്ത ചോദ്യം, 73ാമത്തെ ചോദ്യം, ബസ്സിൻ്റെ ഗ്യാങ് വേ എന്നാൽ എന്താണ്? ബസ്സിലെ ഇരുവശത്തുമുള്ള സീറ്റുകൾ തമ്മിലുള്ള അകലമാണ് ബസ്സിൻ്റെ ഗ്യാങ് വേ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബസ്സിലെ ഇരുവശത്തുമുള്ള സീറ്റുകൾ തമ്മിലുള്ള അകലമാണ് ബസ്സിൻ്റെ ഗ്യാങ് വേ. അടുത്ത ചോദ്യം, 74ാമത്തെ ചോദ്യം, ഹെവി വാഹനത്തിൻ്റെ കൂടിയ ഉയരം എത്രയാണ്? 3.8 മീറ്ററാണ് ഹെവി വാഹനത്തിൻ്റെ കൂടിയ ഉയരം. 3.8 മീറ്ററാണ് ഹെവി വാഹനങ്ങളുടെ കൂടിയ ഉയരം. അടുത്ത 75ാമത്തെ ചോദ്യം, ട്രാൻസ്പോർട്ട് വാഹനത്തിൻ്റെ കൂടിയ വീതി എത്രയാണ്? ട്രാൻസ്പോർട്ട് വാഹനത്തിൻ്റെ കൂടിയ വീതി 260 സെൻറ്റിമീറ്ററാണ്. ഉത്തരം ഓപ്ഷൻ ഡി, 260 സെൻറ്റിമീറ്ററാണ് ട്രാൻസ്പോർട്ട് വാഹനത്തിൻ്റെ കൂടിയ വീതി. അതുപോലെ തന്നെ ഒരു മോട്ടോർ വാഹനത്തിന് നിയമപരമായി അനുവദിച്ചിട്ടുള്ള പരമാവധി വീതി 2.7 മീറ്ററാണ്. ഇതും PSC പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. അതിനാൽ ഇതും പഠിച്ചു വെക്കണം. അടുത്ത ചോദ്യം, 76ാമത്തെ ചോദ്യം, ഒരു ലൈറ്റ് ഗുഡ്സ് വെഹിക്കിൾ വാഹനത്തിൻ്റെ വീൽ ബേസ് എന്ന് പറഞ്ഞാൽ ഒരേ സൈഡിൽ വരുന്ന മുന്നിലെയും പിന്നിലെയും വീലുകൾ തമ്മിലുള്ള അകലത്തെയാണ് ഒരു വാഹനത്തിൻ്റെ വീൽ ബേസ് എന്ന് പറയുന്നത്. ഒരേ സൈഡിൽ വരുന്ന മുന്നിലെയും പിന്നിലെയും വീലുകൾ തമ്മിലുള്ള അകലത്തെയാണ് ആ വാഹനത്തിൻ്റെ വീൽ ബേസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരേ ആക്സിലിൽ വരുന്ന 2 വീലുകൾ തമ്മിലുള്ള അകലത്തെയാണ് വീൽ ട്രാക്ക് എന്ന് പറയുന്നത്. ഒരേ ആക്സിലിൽ വരുന്ന 2 വീലുകൾ തമ്മിലുള്ള അകലത്തെയാണ് വീൽ ട്രാക്ക് എന്ന് പറയുന്നത്. ഇതും PSC ചോദിക്കാറുണ്ട്. അതിനാൽ ഇവ രണ്ടും തീർച്ചയായും പഠിച്ചു വെക്കണം. അടുത്ത ചോദ്യം, 77ാമത്തെ ചോദ്യം, GVW എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വാഹനത്തിൽ കയറ്റാവുന്ന കൂടിയ ഭാരം എന്നതാണ് GVW. GVW എന്നാൽ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് എന്നതാണ്. ഫുൾ ഫോം പഠിച്ചു വെക്കണം. അതായത് ലോഡ് ഉൾപ്പെടെയുള്ള ഒരു വാഹനത്തിൻ്റെ ഭാരത്തെയാണ് GVW എന്ന് പറയുന്നത്. ലോഡ് ഉൾപ്പെടെയുള്ള ഒരു വാഹനത്തിൻ്റെ ഭാരമാണ് GVW അഥവാ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ്. 78ാമത്തെ ചോദ്യം, ULW എന്ന് പറഞ്ഞാൽ എന്താണ്? ULW എന്നാൽ ഒരു വാഹനത്തിൻ്റെ ലോഡില്ലാതെയുള്ള വാഹനത്തിൻ്റെ മാത്രമുള്ള ഭാരമാണ്. ലോഡില്ലാതെ ഒരു വാഹനത്തിൻ്റെ മാത്രം ഭാരമാണ്
ULW. ULWൻ്റെ ഫുൾ ഫോം അൺലാഡൻ വെയിറ്റ് എന്നതാണ്. അൺലാഡൻ വെയിറ്റ് എന്ന ഫുൾ ഫോം കൂടി PSCയിൽ ചോദിക്കാറുണ്ട്. അതുകൂടി പഠിച്ചു വെക്കണം. അടുത്ത ചോദ്യം 79ാമത്തെ ചോദ്യം ഓവർഹാങ് എന്നത്. ഓവർഹാങ് എന്ന് പറഞ്ഞാൽ ഒരു വാഹനത്തിൻ്റെ പിറകിലെ വീലിൽ നിന്ന് പിറകുവശം വരെയുള്ള ദൂരമാണ്. വാഹനത്തിൻ്റെ പിറകിലെ വീലിൽ നിന്ന് പിറകുവശം വരെയുള്ള ദൂരമാണ് ഓവർഹാങ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം 80ാമത്തെ ചോദ്യം ഓവർഹാങ് എത്ര വരെയാകാം? വീൽ ബേസിൻ്റെ 60% വരെയാകാം. ഓവർഹാങ് എന്നത് ഒരു വാഹനത്തിൻ്റെ വീൽ ബേസിൻ്റെ 60% വരെയാകാം. അടുത്ത ചോദ്യം 81ാമത്തെ ചോദ്യം ഒരു വാഹനത്തിൽ കയറ്റാവുന്ന കൂടിയ ഭാരത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുള്ളത്. പെർമിറ്റിലാണ് ഒരു വാഹനത്തിൽ കയറ്റാവുന്ന കൂടിയ ഭാരത്തെപ്പറ്റി പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു ട്രാൻസ്പോർട്ട് വാഹനത്തിൽ കയറ്റാവുന്ന കൂടിയ ഭാരത്തെപ്പറ്റിയും യാത്രക്കാരുടെ എണ്ണത്തെപ്പറ്റിയുമെല്ലാം പറഞ്ഞിട്ടുള്ളത് വാഹനത്തിൻ്റെ പെർമിറ്റിലായിരിക്കും. ഒരു ട്രാൻസ്പോർട്ട് വാഹനത്തിൽ കയറ്റാവുന്ന കൂടിയ ഭാരത്തെപ്പറ്റിയും യാത്രക്കാരുടെ എണ്ണത്തെപ്പറ്റിയുമെല്ലാം പറഞ്ഞിട്ടുള്ളത് പെർമിറ്റിലാണ്. അടുത്ത ചോദ്യം 82ാമത്തെ ചോദ്യം പെർമിറ്റിൻ്റെ കാലാവധി എത്രയാണ്? പെർമിറ്റിൻ്റെ കാലാവധി 5 വർഷമാണ്. 5 വർഷമാണ് പെർമിറ്റിൻ്റെ കാലാവധി. എന്നാൽ ഇതിൽ ഉത്തരം നൽകിയിട്ടില്ല. അപ്പോൾ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഇതൊന്നുമല്ല. പെർമിറ്റിൻ്റെ കാലാവധി പരീക്ഷകളിൽ ആവർത്തിക്കാറുണ്ട്. 5 വർഷമാണ് പെർമിറ്റിൻ്റെ കാലാവധി. ഓർത്തു വെക്കണം. അടുത്ത ചോദ്യം 83ാമത്തെ ചോദ്യം സ്പീഡ് ഗവർണർ കേരളത്തിലെ ഏതൊക്കെ വാഹനത്തിൽ നിഷ്കർഷിച്ചിരിക്കുന്നു? സ്പീഡ് ഗവർണർ കേരളത്തിൽ പാസഞ്ചർ ബസ്സിലും ഹെവി ഗുഡ്സ് വാഹനത്തിലും കുട്ടികളെ കയറ്റുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വാഹനത്തിലും എല്ലാം സ്പീഡ് ഗവർണർ നിഷ്കർഷിച്ചിരിക്കുന്നു. അപ്പോൾ ഉത്തരം മുകളിൽ പറഞ്ഞവയെല്ലാം എന്നതാണ്. അപ്പോൾ മുകളിൽ പറഞ്ഞ 3 വാഹനങ്ങളിലും സ്പീഡ് ഗവർണർ നിർബന്ധമാണ്. അടുത്ത ചോദ്യം 84ാമത്തെ ചോദ്യം സ്പീഡ് ഗവർണറിൽ വേഗത നിയന്ത്രിക്കുന്നത് എങ്ങനെയാണ്? ഇന്ധനത്തിൻ്റെ അളവ് നിയന്ത്രിച്ചാണ് സ്പീഡ് ഗവർണറിൽ വാഹനത്തിൻ്റെ വേഗത നിയന്ത്രിക്കുന്നത്. ഇന്ധനത്തിൻ്റെ അളവ് നിയന്ത്രിച്ചാണ് സ്പീഡ് ഗവർണറിൽ വാഹനത്തിൻ്റെ വേഗത നിയന്ത്രിക്കുന്നത്. അടുത്ത ചോദ്യം 85ാമത്തെ ചോദ്യം ഹെവി വാഹനങ്ങളുടെ ലൈസൻസ് എടുക്കാൻ ലൈറ്റ് മോട്ടോർ വെഹിക്കിളിൻ്റെ ലൈസൻസ് ആവശ്യമുണ്ടോ? ഉത്തരം ഉണ്ട്. ഹെവി വാഹനങ്ങളുടെ ലൈസൻസ് എടുക്കാൻ ലൈറ്റ് മോട്ടോർ വെഹിക്കിളിൻ്റെ ലൈസൻസ് ആവശ്യമാണ്. അടുത്ത ചോദ്യം 86ാമത്തെ ചോദ്യം ഹെവി വാഹനങ്ങളുടെ ലൈസൻസ് കിട്ടാനുള്ള കുറഞ്ഞ പ്രായപരിധി. ഹെവി വാഹനങ്ങളുടെ ലൈസൻസ് കിട്ടാനുള്ള കുറഞ്ഞ പ്രായപരിധി 20 വർഷമാണ്. അതായത് 20 വയസ്സാണ് ഹെവി വാഹനങ്ങളുടെ ലൈസൻസ് കിട്ടാനുള്ള കുറഞ്ഞ പ്രായപരിധി. അതായത് ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കാൻ 20 വയസ്സ് തികഞ്ഞിരിക്കണം. ഇത് PSC ചോദിക്കാറുണ്ട്. അടുത്ത 87ാമത്തെ ചോദ്യം ലൈറ്റ് മോട്ടോർ വെഹിക്കിളിൻ്റെ ലൈസൻസ് എടുത്ത് എത്ര നാൾ കഴിഞ്ഞാലാണ് ഹെവി ലൈസൻസ് എടുക്കാൻ സാധിക്കുന്നത്? ഉത്തരം 1 വർഷം കഴിഞ്ഞാണ്. ലൈറ്റ് മോട്ടോർ വെഹിക്കിളിൻ്റെ ലൈസൻസ് എടുത്ത് 1 വർഷം കഴിഞ്ഞാലാണ് ഹെവി ലൈസൻസ് എടുക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ലൈറ്റ് ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ ലൈസൻസ് ലഭിക്കുന്നതിന് ലൈറ്റ് മോട്ടോർ വെഹിക്കിളിൽ 1 വർഷത്തെ ഡ്രൈവിംഗ് പരിചയം ഉണ്ടായിരിക്കണം. ഇതും PSC പരീക്ഷയിൽ ചോദിക്കാറുണ്ട്.
അടുത്ത ചോദ്യം 88ാമത്തെ ചോദ്യം, ഹെവി ലൈസൻസ് പുതുക്കുമ്പോൾ ഏതൊക്കെ രേഖകളാണ് വേണ്ടത്? കണ്ണിൻ്റെ കാഴ്ചശക്തി പരിശോധിച്ച രേഖയും മെഡിക്കൽ ഫിറ്റ്നസിൻ്റെ രേഖയുമാണ് ഹെവി ലൈസൻസ് പുതുക്കുമ്പോൾ ആവശ്യമുള്ളവ. അപ്പോൾ ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയുമാണ് ആവശ്യമുള്ള രേഖകൾ. അടുത്ത ചോദ്യം 89ാമത്തെ ചോദ്യം, ഹെവി വാഹനങ്ങൾ 4 നിരയുള്ള റോഡിൽ ഏത് ഭാഗത്തു കൂടിയാണ് സഞ്ചരിക്കേണ്ടത്? ഹെവി വാഹനങ്ങൾ ഒരു 4 വരിപ്പാതയിൽ ഏറ്റവും ഇടതുവശത്തെ ട്രാക്കിലൂടെയാണ് സഞ്ചരിക്കേണ്ടത്. ഇടതുവശത്തെ ട്രാക്കിലൂടെയാണ് ഹെവി വാഹനങ്ങൾ 4 വരിപ്പാതയിൽ സഞ്ചരിക്കേണ്ടത്. മറ്റ് വാഹനങ്ങൾക്കൊന്നും അസൗകര്യം ഉണ്ടാക്കാത്ത വിധം ഇടതുവശത്തെ ട്രാക്ക് വഴിയാണ് ഹെവി വാഹനങ്ങൾ സഞ്ചരിക്കേണ്ടത്. അടുത്ത ചോദ്യം 90ാമത്തെ ചോദ്യം, മദ്യപിച്ച് വാഹനം ഓടിച്ചാലുള്ള കുറ്റം. ലൈസൻസിൽ ശിക്ഷ വരാം, അതുപോലെ തന്നെ ഫൈൻ അടയ്ക്കേണ്ടി വരും, കൂടാതെ തടവ് ശിക്ഷയും ഉണ്ടാകും. അപ്പോൾ ഉത്തരം ഓപ്ഷൻ എയും സിയുമാണ്. കൊടുത്തിട്ടുള്ളതിൽ ലൈസൻസിൽ ശിക്ഷ വരാം, ഫൈൻ അടയ്ക്കേണ്ടി വരും. അപ്പോൾ ഉത്തരം ഓപ്ഷൻ എയും സിയുമാണ്. 2019 പുതിയ മോട്ടോർ വാഹന നിയമപ്രകാരം 10,000 രൂപ പിഴയും തടവ് ശിക്ഷയും അതുപോലെ തന്നെ ലൈസൻസ് താൽക്കാലികമായി റദ്ദു ചെയ്യുകയും ചെയ്യും. മദ്യപിച്ച് വാഹനം ഓടിച്ചാലുള്ള കുറ്റമാണിത്. ഇത് PSC പരീക്ഷകളിൽ തീർച്ചയായും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതിനാൽ പിഴകളെക്കുറിച്ച് പഠിച്ചു വെക്കണം. 91ാമത്തെ ചോദ്യം, IPCയിൽ 304A എന്ന സെക്ഷനിൽ എന്താണ് പറയുന്നത്? അപകടത്തിൽ ആൾ മരിച്ചാൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെ പറ്റിയാണ് IPC 304 സെക്ഷനിൽ പറയുന്നത്. അടുത്ത ചോദ്യം 92ാമത്തെ ചോദ്യം, ഒരു ബസ്സിൻ്റെ ടാക്സ് അടക്കാനുള്ള ഗ്രേസ് പീരിയഡ്. 45 ദിവസങ്ങളാണ് ഒരു ബസ്സിൻ്റെ ടാക്സ് അടക്കാനുള്ള ഗ്രേസ് പീരിയഡ്. അടുത്ത ചോദ്യം 93ാമത്തെ ചോദ്യം, ഒരു ഹെവി ഗുഡ്സ് വാഹനത്തിൻ്റെ ടാക്സ് അടക്കാനുള്ള ഗ്രേസ് പീരിയഡ്. 30 ദിവസങ്ങളാണ് ഒരു ഹെവി ഗുഡ്സ് വാഹനത്തിൻ്റെ ടാക്സ് അടക്കാനുള്ള ഗ്രേസ് പീരിയഡ്. അതുപോലെ തന്നെ ഓട്ടോറിക്ഷ, മോട്ടോർ ക്യാബ്, കോൺട്രാക്റ്റ് ക്യാരേജ് വാഹനങ്ങൾ എന്നിവയുടെ നികുതി അടക്കാനുള്ള ഗ്രേസ് പീരിയഡ് 14 ദിവസമാണ്. ഓട്ടോറിക്ഷ, മോട്ടോർ ക്യാബ്, കോൺട്രാക്റ്റ് ക്യാരേജ് എന്നീ വാഹനങ്ങളുടെ നികുതി അടക്കുന്നതിനുള്ള ഗ്രേസ് പീരിയഡ് 14 ദിവസമാണ്. ഇത് PSC ചോദിച്ചിട്ടുണ്ട്. അതിനാൽ ഇതുകൂടി പഠിച്ചു വെക്കണം. അടുത്ത ചോദ്യം 94ാമത്തെ ചോദ്യം, ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കാനുള്ള കുറഞ്ഞ യോഗ്യത. 8ാം ക്ലാസ് പാസ്സായിരിക്കണം. ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കാൻ കുറഞ്ഞ യോഗ്യത 8ാം ക്ലാസ് പാസ്സായിരിക്കണം. എന്നാൽ ഒരു ഹസാർഡ് ഗുഡ്സ് വാഹനം ഓടിക്കാൻ 10ാം ക്ലാസ്സാണ് യോഗ്യത. ഹസാർഡ് ഗുഡ്സ് വാഹനം ഓടിക്കാനുള്ള യോഗ്യത 10ാം ക്ലാസ് പാസ്സായിരിക്കണം. ഇതും PSC ചോദിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം 95ാമത്തെ ചോദ്യം, നോൺ ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കാനുള്ള ലൈസൻസിൻ്റെ കാലാവധി 20 വർഷത്തേക്കോ 50 വയസ്സ് എത്തുന്നത് വരെയോ ഏതാണോ ആദ്യം എത്തുന്നത്? 20 വർഷമോ 50 വയസ്സ് എത്തുന്നത് വരെയോ ആണ് ഒരു നോൺ ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കാനുള്ള ലൈസൻസിൻ്റെ കാലാവധി. അതുപോലെ തന്നെ ഒരു ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കുന്ന ലൈസൻസിൻ്റെ കാലാവധി 3 വർഷമാണ്. അതായത് ബാഡ്ജിൻ്റെ കാലാവധി 3 വർഷത്തേക്കാണ്. 3 വർഷത്തേക്കാണ് ബാഡ്ജിന് കാലാവധി. ഇതും PSC ചോദിക്കാറുണ്ട്. അടുത്ത ചോദ്യം 96ാമത്തെ ചോദ്യം, ഹെവി വാഹനത്തിൻ്റെ പിറകിലൊട്ടിക്കുന്ന
റിഫ്ലക്ടറിൻ്റെ കളർ ഏതാണ്? ചുവപ്പ് കളറാണ് ഹെവി വാഹനത്തിൻ്റെ പിറകിൽ ഒട്ടിക്കുന്ന റിഫ്ലക്ടറിൻ്റെ കളർ. എന്നാൽ ഹെവി വാഹനത്തിൻ്റെ മുൻപിൽ ഒട്ടിക്കുന്ന റിഫ്ലക്ടർ വെളുത്ത നിറത്തിലാണ്. ഹെവി വാഹനത്തിൻ്റെ മുന്നിൽ ഒട്ടിക്കുന്ന റിഫ്ലക്ടറിൻ്റെ നിറം വെളുത്ത നിറമാണ്. ഇതും PSC ചോദിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം 97ാമത്തെ ചോദ്യം. ചുവപ്പ് ലൈറ്റ് റോഡിൽ ഇടവിട്ട് കത്തിയാൽ വാഹനം നിർത്തി മറ്റ് വാഹനങ്ങളില്ല എന്ന് ഉറപ്പുവരുത്തണം. ചുവപ്പ് ലൈറ്റ് റോഡിൽ ഇടവിട്ട് കത്തിയാൽ വാഹനം നിർത്തി മറ്റ് വാഹനങ്ങളില്ല എന്ന് ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ ആംബർ ലൈറ്റ് അഥവാ മഞ്ഞ ലൈറ്റ് ഇടവിട്ട് കത്തിയാൽ വാഹനത്തിൻ്റെ വേഗത കുറച്ച് ശ്രദ്ധിച്ച് കടന്നു പോകണം. ആംബർ ലൈറ്റ് അഥവാ മഞ്ഞ ലൈറ്റ് ഇടവിട്ട് കത്തിയാൽ വാഹനത്തിൻ്റെ വേഗത കുറച്ച് ശ്രദ്ധിച്ച് കടന്നു പോകണം. അടുത്ത ചോദ്യം 98ാമത്തെ ചോദ്യം. ഇൻഷുറൻസ് രേഖയുടെ കാലാവധി. 1 വർഷത്തേക്കാണ് വാഹനത്തിൻ്റെ ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി. അതുപോലെ തന്നെ റോഡിൽ ഓടിക്കുന്ന വാഹനങ്ങൾക്ക് നിർബന്ധമായും ആവശ്യമുള്ള ഇൻഷുറൻസാണ് തേർഡ് പാർട്ടി ഇൻഷുറൻസ്. അടുത്ത ചോദ്യം 99ാമത്തെ ചോദ്യം. പുക പരിശോധന രേഖയുടെ കാലാവധി. 6 മാസമാണ് പുക പരിശോധന സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി. അതുപോലെ തന്നെ പുതിയ BS4, BS6 വാഹനങ്ങൾക്ക് 1 വർഷം വരെ കാലാവധി നൽകുന്നുണ്ട്. പുക പരിശോധന മലിനീകരണ നിയന്ത്രണ സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി യഥാർത്ഥത്തിൽ 6 മാസമാണ്. പുതിയ BS4, BS6 വാഹനങ്ങൾക്ക് 1 വർഷം വരെ നൽകുന്നുണ്ട്. 100ാമത്തെ ചോദ്യം. ഫിറ്റ്നസ് രേഖയുടെ കാലാവധി. ഫിറ്റ്നസ് രേഖയുടെ കാലാവധി പുതിയ വാഹനങ്ങൾക്ക് രജിസ്ട്രേഷൻ തീയതി തുടങ്ങി 2 വർഷത്തേക്കും പഴയ വാഹനങ്ങൾക്ക് 1 വർഷത്തേക്കുമാണ്. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി പുതിയ വാഹനങ്ങൾക്ക് 2 വർഷവും പഴയ വാഹനങ്ങൾക്ക് 1 വർഷവുമാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. കൂടുതൽ PSC മുൻകാല ചോദ്യോത്തര വിശകലന ക്ലാസ്സുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക.